ഹലോ. അപ്പം നമുക്കിനി ഫങ്ഷൻസ് ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓൾറെഡി നമുക്കൊരു ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം. നമ്മൾ എങ്ങനെയാണ് രണ്ട് സെറ്റ്സ് എ ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിലത്തെ എലമെന്റ്സിനെ ബി എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റിലത്തെ എലമെന്റ്സിലേക്ക് എന്തെങ്കിലും ഒരു റൂൾ പ്രകാരം ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു കറസ്പോണ്ടൻസിനെയാണ് നമ്മളൊരു ഫങ്ഷൻ എന്ന് വിളിക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡൊമെയിൻ കോഡൊമെയിൻ എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മളുടെ സെറ്റ് എ എന്ന് സപ്പോസ് ചെയ്യാം. ആൻഡ് നമുക്ക് രണ്ടാമത്തെ സെറ്റ് നമുക്ക് വേറെ ഒന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് അവർ സെറ്റ് ബി. ഓക്കെ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ ഒരു 3 എലമെന്റ്സ് ഉണ്ട് എന്ന് സപ്പോസ് ചെയ്യുക. ആൻഡ് ബി എന്ന് പറയുന്ന സെറ്റിൽ 4 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് ഇസ് മാപ്ഡ് ടു ദ സെക്കൻഡ് എലമെന്റ് ഓഫ് ബി. സെക്കൻഡ് എലമെന്റ് ഓഫ് എ ഇസ് മാപ്ഡ് ടു ദ ഫോർത്ത് എലമെന്റ് ഓഫ് ബി. അതേമാതിരി തേർഡ് എലമെന്റ് ഇസ് മാപ്ഡ് ടു ദ തേർഡ് എലമെന്റ് ഓഫ് ബി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന മാപ്പിംഗ് എങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ തന്നിട്ടുള്ള സെറ്റ് എനെയാണ് നമ്മൾ, അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മളുടെ ഫങ്ഷൻ എഫ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ എ എന്ന് പറയുന്ന സെറ്റാണ് നമ്മളുടെ ഡൊമെയിൻ എന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റാണ് നമ്മളുടെ കോഡൊമെയിൻ എന്ന സെറ്റ്. ഇനി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജസിന്റെ കളക്ഷനാണ്. അപ്പം ഇവിടുത്തെ എ എന്ന് പറയുന്നതിനെ ബിയിലത്തെ കുറച്ച് എലമെന്റ്സിലേക്കല്ലേ മാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് എലമെന്റിനെ സെക്കൻഡ് എലമെന്റിലേക്ക് നമ്മൾ സെക്കൻഡ് എലമെന്റിലേക്ക് ആണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സെക്കൻഡ് എലമെന്റിനെ ഫസ്റ്റ് എലമെന്റിന്റെ ബിയിലത്തെ സെക്കൻഡ് എലമെന്റിനെ നമ്മൾ എന്ത് പറയും? എയിലത്തെ ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് ആണ് എന്ന് പറയും. അപ്പോൾ ഈ മാപ്പിംഗ് കൊണ്ട് നമ്മൾ ആ കറസ്പോണ്ടൻസ് കൊണ്ടുവരുന്ന സമയത്ത് ഈ ബിയിലത്തെ ഓരോ എലമെന്റ്സിനെ നമുക്ക് ഏതെങ്കിലും ഒരു എയിലത്തെ മാപ്പിംഗ് ആയിട്ടാണല്ലോ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ എയിന്റെ ഇമേജ് ആണ് ഈ കറസ്പോണ്ടിങ് ബി. അതല്ലെങ്കിൽ ആ ബീനെ നമ്മൾ എഫ് ഓഫ് എ വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഇമേജുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കോഡൊമെയിനിന്റെ ഉള്ളിൽ വരുന്ന ഈ സബ്സെറ്റ് ആണ് നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത്. കാരണം എന്താ? രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും എലമെന്റ്സിന് മാത്രമേ മാപ്പിംഗ് ഇവിടെ വന്നിട്ടുള്ളൂ. ഒന്നാമത്തെ എലമെന്റിന് ഇവിടെ മാപ്പിംഗ് ഇല്ല. അപ്പോൾ ഇമേജുകളുടെ കളക്ഷനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുക. നമ്മളുടെ എ എന്ന് പറയുന്ന സെറ്റ് എവിടെ നിന്നാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതാണ് നമ്മളുടെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഏതിലേക്കാണോ നമ്മളുടെ ഫംഗ്ഷൻ പോകുന്നത് അതിനെ നമ്മൾ എന്ത് വിളിക്കും? കോഡൊമെയിൻ എന്ന് വിളിക്കും. അതേമാതിരി തന്നെ കോഡൊമെയിൻ്റെ ഉള്ളിലത്തെ ഇമേജുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത് നമ്മളുടെ ഡൊമെയിൻ, ഇത് നമ്മുടെ കോഡൊമെയിൻ. കോഡൊമെയിൻ്റെ സബ്സെറ്റ് ആണ് നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എക്സ് വേരീസ് ഫ്രം 3 to ഇൻഫിനിറ്റി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ കുറേ റിയൽ നമ്പേഴ്സിനാണ് നമ്മൾ ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എ എന്ന് പറയുന്ന ഡൊമെയിൻ എന്തായി? 3 മുതൽക്ക് ഇൻഫിനിറ്റി വരെ വരുന്ന നമ്മളുടെ ക്ലോസ്ഡ് സെറ്റ്. ക്ലോസ്ഡ് സെറ്റ് എന്നല്ല, ഒരു ഭാഗം ക്ലോസ്ഡ് ആണ്, മറ്റേ ഭാഗം ഓപ്പൺ ആണ്. അപ്പൊ അങ്ങനത്തെ സെറ്റാണ് നമുക്ക് ഇവിടെ എന്തായിട്ട് വന്നിട്ടുള്ളത്? ഡൊമെയിൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഡൊമെയിൻ കോഡൊമെയിൻ ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി എന്താന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിന്റെ വാല്യൂസ് ഇവിടെ വേരി ചെയ്യാണ് ചെയ്യണത് അല്ലേ? 3 മുതൽക്ക് ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുന്നത് കൊണ്ട്
എക്സിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഇല്ല, അതൊരു റേഞ്ച് ഓഫ് വാല്യൂസ് ആണ്. ഫംഗ്ഷൻ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എക്സ് ഒരു വേരിയബിൾ ആണ്. ഡൊമെയിനിൽ ഉണ്ടാവുന്ന ആ എലമെന്റ്സിന്റെ വാല്യൂസ് 3 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനത്തെ ഫംഗ്ഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ഫംഗ്ഷൻ ഓഫ് എ റിയൽ വേരിയബിൾ എക്സ്. കാരണം റിയൽ നമ്പർ സെറ്റിന്റെ സബ്സെറ്റ് ആണ് ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ദെർഫോർ നമ്മൾ ഈ കേസിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൊമെയിൻ വേരി ചെയ്യുന്നത് റിയൽ നമ്പേഴ്സിലാണ്. അപ്പോൾ ആ എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൽ വേരി ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫംഗ്ഷൻ ഓഫ് റിയൽ വേരിയബിൾ എക്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, ഇനി കോംപ്ലക്സ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ് റിയൽ നമ്പർ എടുത്തല്ലോ, അതിന് പകരം നമ്മൾ എടുക്കുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ഇഫ് എഫ് ഓഫ് ഇസഡിനെ നമ്മൾ എന്ത് വിളിക്കും? ഫംഗ്ഷൻ ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ ഇസഡ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. മറ്റേത് റിയൽ ഫംഗ്ഷൻ, ഇത് കോംപ്ലക്സ് ഫംഗ്ഷൻ. അപ്പൊ അവിടുത്തെ സെഡ് എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എവിടെ നിന്നാണ്? കോംപ്ലക്സ് സെറ്റിൽ നിന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ കറസ്പോണ്ടിംഗ്ലി ഇമേജും കോംപ്ലക്സ് തന്നെ ആയിരിക്കും. ഈ കിട്ടുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കുക? കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ എഫ് ഓഫ് സെറ്റിന്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞു കിട്ടും. വേർ യു എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ യു ഓഫ് എക്സ് കോമ വൈ, ആൻഡ് അഗെയിൻ ഐ ഇസ് എ ഫംഗ്ഷൻ, വി ഇസ് എ ഫംഗ്ഷൻ ഇൻ എക്സ് ആൻഡ് വൈ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ ഓഫ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് കോമ വൈ എന്നുള്ള ഫോമിലേക്ക് നമുക്ക് അവിടെ പറയാൻ പറ്റും. ആൻഡ് ഇവിടെ സെറ്റ് എവിടെയൊക്കെ വേരി ചെയ്യുന്നു അതാണ് നമ്മളുടെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇമേജ് സെറ്റിന്റെ കളക്ഷൻ ആണ് നമ്മൾ അവിടുത്തെ റേഞ്ച് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് സ്ക്വയർ മൈനസ് 4z. ഇവിടെ ഏത് സെറ്റിന്റെ വാല്യൂവിനും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കോംപ്ലക്സ് സെറ്റ് വരും. സെറ്റ് എനി കോംപ്ലക്സ് നമ്പർ, ഏത് കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ പ്രശ്നമില്ല. അതുകൊണ്ട് എന്താണ് നമ്മൾക്ക് ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കോംപ്ലക്സ് പ്ലെയിന് തന്നെ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, ഇനി അതേമാതിരി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ നോക്കാം. എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ബൈ സെറ്റ് സ്ക്വയർ പ്ലസ് 1. അപ്പൊ ഇവിടെ നോക്കുക, ഈ ഫംഗ്ഷൻ തന്നെ നമുക്ക് എന്താണ് ഒരു ഫ്രാക്ഷന്റെ ഫോമിലാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ യു ബൈ വി ഫോമിലായതുകൊണ്ട് ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ നോൺ സീറോ ആയിരിക്കണം. അപ്പൊ ഡിനോമിനേറ്റർ നോൺ സീറോ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കണ്ടീഷൻ നമുക്ക് എന്ത് വന്നു? കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡൊമെയിനിൽ എന്താ വന്നിട്ടുണ്ടായിരുന്നത്? സെറ്റ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ സെറ്റ് സ്ക്വയർ പ്ലസ് 1 നോട്ട് ഈക്വൽ ടു 0 വരുമ്പോഴേ നമ്മളുടെ ഈ എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ, അല്ലേ? അപ്പോ നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് സ്ക്വയർ പ്ലസ് 1 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വരിക? സെറ്റ് സ്ക്വയർ നോട്ട് ഈക്വൽ ടു -1, അല്ലേ? സെറ്റ് സ്ക്വയർ നോട്ട് ഈക്വൽ ടു -1. അപ്പൊ എന്താണ്? സെറ്റ് സ്ക്വയർ നോട്ട് ഈക്വൽ ടു -1. കാരണം 1നെ നമ്മൾ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ -1 എന്നുള്ള ഫോം വരും. അപ്പൊ സെറ്റ് സ്ക്വയർ നോട്ട് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെഡ് നോട്ട് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -1. ദാറ്റ് മീൻസ് സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആണ്. ദെർഫോർ സെഡ് ഇസ് നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എന്ന് പറഞ്ഞ് കിട്ടും നമുക്ക്, അല്ലേ? സെഡ് ഇസ് നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. അപ്പോൾ സെഡ് നോട്ട് ഈക്വൽ ടു ഐ ആൻഡ് സെഡ് നോട്ട് ഈക്വൽ ടു -i. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫുൾ കോംപ്ലക്സ് പ്ലെയിൻ എക്സെപ്റ്റ് ദ വാല്യൂസ് ഐ ആൻഡ് -i, അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഫുൾ കോംപ്ലക്സ് പ്ലെയിൻ. നിങ്ങളോട് നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് നിങ്ങളടുത്ത് അതിൻ്റെ ഡൊമെയിൻ അല്ലെങ്കിൽ കോഡൊമെയിൻ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ എങ്ങനെ ചെയ്യാം? നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ നിന്ന് സി മൈനസ് ഏതൊക്കെയാണ്? ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0,1 എന്ന് പറയുന്ന പോയിന്റ് ആണ് കോംപ്ലക്സ് പ്ലെയിനിൽ, അല്ലേ? അപ്പൊ 0,1 ഒരു മിനിറ്റ്.
എന്താ വരിക? സി എന്ന് പറയുന്ന നമ്മളുടെ കോംപ്ലക്സ് പ്ലെയിനിൽ നിന്ന് വേണം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ സി മൈനസ് സെറ്റ് 2 പോയിന്റ്സ് ആണ്. 0,1 എന്ന് പറയുന്ന ഐക്ക് കറസ്പോണ്ടിങ്ങും, 0,-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -i കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമ്മളുടെ പോയിന്റ്സ്. ഇപ്പം സിയിൽ നിന്ന് ഐയും -iയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ പറയുന്ന ഡൊമെയിന് നമ്മൾ തൊട്ട് മുൻപ് ഓപ്പൺ സെറ്റ് ക്ലോസ് സെറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ, ആ ഡൊമെയിനുമായിട്ട് ഒരു റിലേഷനും ഇല്ല. ഇത് ഫംഗ്ഷന്റെ ഡൊമെയിൻ ആണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഫംഗ്ഷന്റെ ഡൊമെയിൻ. ഫംഗ്ഷൻ ഏത് സെറ്റിൽ നിന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ ആ സെറ്റിനെയാണ് നമ്മൾ അവിടുത്തെ ഡൊമെയിൻ എന്ന് പറയുക. ഏത് സെറ്റിലേക്കാണോ ഡിഫൈൻ ചെയ്യുന്നത് അത് നമ്മുടെ എന്തായിട്ട് വരും? കോഡൊമെയിൻ ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? ഫങ്ഷൻസ് ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതേമാതിരി അടുത്ത് നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ട്. സെഡ് പ്ലസ് റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? എഗെയിൻ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. അല്ല, ഡിഫൈൻ ചെയ്യാന്നുള്ളതല്ല, ഇതിന് നമുക്ക് ഇവിടെ ഏതൊരു കോംപ്ലക്സ് നമ്പറിനും ഇത് ഡിഫൈൻഡ് ആണ്. സോ ഫുൾ കോംപ്ലക്സ് പ്ലെയിൻ തന്നെ ഇവിടുത്തെ ഡൊമെയിൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയൽ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ, കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ വരുന്നത്. അപ്പൊ കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിംഗ്ലി നമുക്ക് എന്ത് കിട്ടണം? uv എന്ന് പറയുന്ന ഈ കോംപ്ലക്സ് ഫംഗ്ഷന്റെ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും നമുക്ക് കിട്ടണം അല്ലേ? അപ്പോൾ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ മൈനസ് 4z നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? സെഡിന് പകരം എക്സും വൈയും എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സെഡിനെയൊക്കെ എക്സ് പ്ലസ് ഐ വൈ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ -4 ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള രീതിയിലേക്ക് വന്നു. നമ്മളിതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഉള്ള ഫോം വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ ആണ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ മൈനസ് വൈ സ്ക്വയർ എന്ന് വന്നു. പിന്നെ എന്ത് വന്നു? -2 xy ഇൻറ്റു ഐ എന്ന് വന്നു. അപ്പോൾ ആ -2 അത് ഇവിടെ എഴുതി -2 xy. ഓക്കെ, അത് എഴുതി കാണിച്ചു തരാം ഇനി, അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ വേണ്ട. എങ്ങനെയാ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ എന്നാണ് വരിക. സോ അതേമാതിരി നെക്സ്റ്റ് എന്ത് വരും? -4 ഇൻറ്റു സെറ്റിന് പകരം എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോം നമുക്ക് ഉപയോഗിക്കണം അല്ലേ? -4 ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോം വരും. അപ്പം എങ്ങനെയാ വരിക? എക്സ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ. ഐ സ്ക്വയർ വൈ സ്ക്വയർ ആണ് ഇവിടെ, പ്ലസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണല്ലോ. സോ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് പറഞ്ഞു വന്നു. അതേമാതിരി തന്നെ ഈ രണ്ടാമത്തെ -4 ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -4x എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് എഴുതി. ഓക്കെ, ഇനി പ്ലസ് ഐ ഇൻറ്റു എങ്ങനെയാണ്? 2xy എന്നുള്ളത് ഐയുടെ പാർട്ടാണ്. അപ്പോൾ 2xy പിന്നെന്താ? -4 ഇൻറ്റു ഐ വൈ ഉണ്ട്. അപ്പം -4y. ഓക്കെ, അപ്പം എങ്ങനെ വന്നു? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ -4x പ്ലസ് ഐ ഇൻറ്റു 2xy -4y. അപ്പം ഇതാണ് നമ്മളുടെ എന്താണ് കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് റിയൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് സ്ക്വയർ യു ഓഫ് എക്സ് വൈ ആണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ -4x. അതേമാതിരി തന്നെ ഇമാജിനറി പാർട്ടായിട്ടുള്ള വി ഓഫ് എക്സ് വൈ ആണ് 2xy -4y എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ട് ഓഫ് എ ഗിവൺ കോംപ്ലക്സ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. പക്ഷെ നമുക്ക് ഒരു പ്രശ്നമുണ്ട്.
നമുക്ക് റിയൽ ഫംഗ്ഷൻ ആണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രാഫിക്കലി അത് റെപ്രസെന്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. കോംപ്ലക്സ് ഫംഗ്ഷന് നമുക്ക് ഗ്രാഫിക്കലി കാണിക്കാൻ പറ്റില്ല. കാരണം റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സും വൈയും മാത്രമേ വരുള്ളൂ. ഇമേജും ഡൊമെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വേരിയബിളും കോഡൊമെയിനിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വേരിയബിളേ ഉള്ളൂ. അപ്പൊ 2 ആക്സിസ് മതി. നമ്മൾ സാധാരണ കാണിക്കുന്ന മാതിരി തന്നെ എക്സ് ആക്സിസ് വൈ ആക്സിസ് വെച്ച് നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിലേക്ക് വരുന്ന സമയത്ത് കോംപ്ലക്സ് പ്ലെയിനിൽ നമുക്ക് ഡൊമെയിനും കോഡൊമെയിനും രണ്ടും തന്നെ കോംപ്ലക്സ് പ്ലെയിൻസ് ആണ് അല്ലേ? അപ്പോൾ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വേണം? 2 ആക്സിസ് വേണം, എക്സും വൈയും. അതേമാതിരി ഇമേജിന് കറസ്പോണ്ടിങ് ആയിട്ട് യു എന്ന് പറയുന്ന ആക്സിസ് റിയൽ പാർട്ട് എഫ് ഓഫ് സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയൽ പാർട്ട് യു ഓഫ് എക്സ് കോമ വൈക്ക് ഫോമുന്ന ഒരു ആക്സിസും വി ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞ ഇമാജിനറി പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആക്സിസ് വേണം. സോ നമുക്ക് ഗ്രാഫിക്കലി കാണിക്കണമെങ്കിൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 4 ആക്സിസ് വേണം. അത് നമുക്ക് എങ്ങനെ പേപ്പറിൽ കാണിക്കാൻ പറ്റില്ല. പേപ്പറിലെന്നല്ല, നമുക്ക് ഇവിടെ ജോമെട്രിക്കലി നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റില്ല. നമുക്ക് ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കിത് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വരും എന്നുള്ളത് ഇപ്പം നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇമേജ് ഓഫ് എ വെർട്ടിക്കൽ ലൈൻ ഏത് ഫോമിലാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇമേജ് അതേമാതിരി തന്നെ ഡൊമെയിൻ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഇമേജിന്റെ ഫോം എങ്ങനെയാന്നുള്ളത് നോക്കാം. ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദ ലൈൻ റിയൽ പാർട്ട് ഓഫ് z is equal to 1 അണ്ടർ ദ മാപ്പിംഗ് f of z is equal to z square. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? f of z is equal to z square എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫംഗ്ഷൻ. നമുക്ക് അവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. റിയൽ പാർട്ട് ഓഫ് z is equal to 1 എന്ന് പറയുന്ന ലൈനിന്റെ ഇമേജ് നമുക്ക് അണ്ടർ ദിസ് മാപ്പിംഗ് കണ്ടുപിടിക്കണം. അപ്പൊ ഈ മാപ്പിംഗിൽ നമ്മുടെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ സെറ്റ് ഫുൾ കോംപ്ലക്സ് പ്ലെയിൻ തന്നെയാണ് വരിക. പക്ഷെ നമ്മളോട് ഫുൾ കോംപ്ലക്സ് പ്ലെയിനിന്റെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ ചോദിച്ചത് ഈ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജ് എങ്ങനെ വരും അണ്ടർ ദിസ് മാപ്പിംഗ് എന്ന് മാത്രമേ നമ്മളോട് ഇപ്പൊ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടും കൂടിയും ഒരു ഗ്രാഫിൽ കാണിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്തു? ഡൊമെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രാഫും കോഡൊമെയിനിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ഇമേജ് സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറൊരു ഗ്രാഫും യൂസ് ചെയ്തിട്ട് നമുക്കത് കാണിക്കാം. നമ്മൾ പറഞ്ഞു രണ്ടും കൂടി നമുക്ക് ഒന്നിച്ച് കാണിക്കാൻ പറ്റില്ല, കാരണം 4 ആക്സിസ് വേണം, നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 2 സെപ്പറേറ്റ് ഗ്രാഫ് വെച്ചിട്ട് തൽക്കാലം ഇത് നമ്മൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കുകയാണ്. ഓക്കെ, സോ ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് സ്ക്വയർ വി ഹാവ്, നമുക്ക് എങ്ങനെ വരും? സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുക നോക്കാം. എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളതല്ലേ? അപ്പൊ എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോർമാറ്റിലേക്ക് കിട്ടും? അതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എങ്ങനെയാ വരിക? എക്സ് സ്ക്വയർ നേരത്തെ നോക്കിയതാണ്, മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ദിസ് വിൽ ബി ദ എക്സ്പാൻഷൻ. അപ്പൊ ഇവിടെ നിന്ന് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ പാർട്ടും 2xy എന്ന് പറയുന്നത് നമ്മളുടെ ഇമാജിനറി പാർട്ടുമാണെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അപ്പൊ ഇനി എന്താ ഒരു കണ്ടീഷൻ തന്നിട്ടുള്ളത്? റിയൽ പാർട്ട് ഓഫ് z 1 ആവണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളുടെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പൊ റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ടാ കിട്ടണത്? എക്സിന്റെ വാല്യൂ 1 ആവണം എന്നാണ്. എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നതിലത്തെ എക്സിന്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് നമ്മുടെ ഇമേജിന്റെ ഫോം ഏത് രീതിയിലേക്ക് വരും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 1 ആവുമ്പോൾ, അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 1 ആവുമ്പോൾ നമ്മളുടെ കിട്ടിയിട്ടുള്ള റിയൽ പാർട്ട് എങ്ങനെയാവും? ഈ ഫംഗ്ഷന്റെ 1 മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ട് എങ്ങനെ വരും? 2y എന്ന് പറയുന്നത് നമ്മളുടെ ഇമാജിനറി പാർട്ടുമായിട്ട് മാറും. അപ്പോൾ 2y ഇസ് ഈക്വൽ ടു വി ആണ്. അപ്പൊ 2y ഇസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് y ഇസ് ഈക്വൽ ടു എന്ത് പറയാം? v/2 ആണ് എന്നുള്ളത് പറയാം അല്ലെ? v/2. ഇനി u ഇസ് ഈക്വൽ ടു 1 മൈനസ് വൈ സ്ക്വയർ അല്ലേ? നമുക്ക് വരയ്ക്കേണ്ടത് സെക്കൻഡ് ഇമേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് എങ്ങനെയാണ്? യു വി ആക്സിസിലാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക, എക്സ് വൈ അല്ല. എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഡൊമെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്.
അപ്പൊ യു വി ആക്സസ് ആണ് നമുക്ക് ഇമേജിന് കറസ്പോണ്ടിങ് ആക്സസുകൾ. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷന്റെ യുവിന്റെയും വിയുടെയും വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വി ഈസ് ഈക്വൽ ടു 2y കിട്ടിയത് കൊണ്ട് നമുക്ക് വൈന്റെ വാല്യൂ എങ്ങനെയാണ് v/2 എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, y വാല്യൂ v/2 ആണെങ്കിൽ നമ്മൾ u is equal to 1 minus y square അല്ലേ, അതിൽ yക്ക് പകരം v/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? u is equal to 1 minus v/2 whole square എന്ന് പറഞ്ഞ് കിട്ടും. v/2 whole square. അപ്പൊ u is equal to 1 minus v/2 whole square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോമിലേക്കാ വരിക? എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ ബൈ 4. അപ്പൊ യു ഇസ് ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ ബൈ 4 എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇനി ഇക്വേഷൻ നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ യു വാല്യൂ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വാല്യൂസ് കിട്ടും, അല്ലെങ്കിൽ വി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ യു വാല്യൂസ് കിട്ടും. അത് നമ്മൾ ഈ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പാരബോളയാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? ഇവിടുത്തെ ഇമേജിന്റെ ലൈൻ എന്നുള്ള ഗ്രാഫ് ഫോം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ള എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന കോംപ്ലക്സ് ഫംഗ്ഷന്റെ മാപ്പിങ്ങിന് റിയൽ പാർട്ട് ഓഫ് ഇസെഡ് 1 ആവുന്ന സമയത്ത് ഈ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജിന്റെ ഗ്രാഫ് എങ്ങനെ വരുന്നു? പാരബോള ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി ബാക്കി കൂടുതൽ എഫ് ഓഫ് സെറ്റിന്റെ കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റും. ഇനി അതേമാതിരി വേറൊരു എക്സാമ്പിൾ നമുക്ക് യു ഓഫ് എക്സ് കൊമ വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ, വി ഓഫ് എക്സ് കൊമ വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4y³ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് സെറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? യു ഓഫ് എക്സ് കൊമ വൈ എക്സ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു വി എക്സ് കൊമ വൈ ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് 4y³ എന്നുള്ളത് രീതിയിൽ കണ്ടുപിടിക്കാം. ഇനി ഇതിന്റെ വാല്യൂ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എഫ് ഓഫ് 3 + 2y ആണെങ്കിൽ ഇവിടെ നിന്ന് എക്സിന്റെ വാല്യൂ സെറ്റ് ആണിത്, എഫ് ഓഫ് സെറ്റ് അല്ലേ ഇത്. അപ്പൊ എക്സിന്റെ വാല്യൂ 3ഉം വൈയുടെ വാല്യൂ 2 ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂസ് കിട്ടും. എഫ് ഓഫ് ഇസെഡിന്റെ വാല്യൂ കിട്ടും 4x(z) is equal to 3 + 2y. അപ്പൊ ഇവിടെ നിന്ന് ഡയറക്ട്ലി എക്സ് 3 ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ചെയ്യുക, എന്ത് വരും? 3 × 4 is equal to 12 പ്ലസ് ഐ ഇൻറ്റു 3 സ്ക്വയർ ദാറ്റ് ഇസ് 9 മൈനസ് 4 × 2³ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4 × 2³ എന്ന് പറഞ്ഞാൽ 4 × 8 മൈനസ് 32 ദാറ്റ് ഇസ് എന്ത് വന്നു? 9 മൈനസ് 32 മൈനസ് 23 ആയി എന്നുള്ള രീതിയിലേക്ക്. കറക്റ്റ് എഫ് ഓഫ് സെഡ് നമുക്കിവിടെ ഡയറക്ട്ലി അതിൽ നിന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ മെയിനായിട്ട് ഇത്രയുമാണ് ഉള്ളത്. നമുക്കിനി അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ഇത് സ്ട്രീം ലൈനും കാര്യങ്ങളൊക്കെയാണ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കോംപ്ലക്സ് ഫംഗ്ഷൻ ആസ് എ ഫ്ലോയിൽ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സ്പീഡും ഡയമെൻഷനും കാര്യങ്ങളും നോക്കുമ്പോൾ അപ്പം നമ്മൾ കറസ്പോണ്ടിംഗ്ലി എക്സ് ഓഫ് ടി എന്ന് പറയുന്ന വേരിയബിൾ ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്തത്. ടി എന്ന് പറയുന്ന വേരിയബിളിന് അനുസരിച്ച് യു എന്ന് പറയുന്നത് നമുക്ക് ആക്സസ് ഒരു ഫംഗ്ഷൻ ആയിട്ട് കിട്ടി. കറസ്പോണ്ടിംഗ്ലി വൈയും ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് അവിടെ കിട്ടുക. ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും 2 ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ആണുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.